എന്താന്ന് മനസ്സിലായില്ലേ? പുട്ട്. ഇങ്ങനെ പുട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പൊടിച്ച് ഇങ്ങനെ മാവാക്കി കൊണ്ടുവന്നാൽ പിന്നെ ഇത് പുട്ടാവും. ഇത് കുഴച്ച് കഴിക്കാനുള്ളല്ലേ? ഈ പുട്ടെന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു സങ്കല്പമുണ്ട്. പക്ഷെ പുട്ടാണെന്ന് പറഞ്ഞപ്പോൾ വിചാരിച്ച ആ പുട്ടുകുറ്റിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന പുട്ട് ഒരു മുഴുവനോട് ഒരു പ്ലേറ്റ് ഇരിക്കുമ്പോൾ അതിന്റെ തേങ്ങയും അതിൽ നിന്ന് കുറേ തേങ്ങയൊക്കെ ആദ്യം തിന്ന് പിന്നെ പുട്ട് അതിൽ നിന്ന് പിച്ച് തിന്ന് ഇത് പൊടിച്ചിട്ട് അതെങ്ങനെ പുട്ടാവണം? ഞാൻ പുറത്തുനിന്ന് എല്ലാം കഴിച്ചോളാം. വേണ്ട വേണ്ട, ഒരെണ്ണം കുറ്റിയിലിരിപ്പുണ്ട്. ആഹാ ആഹാ ഇപ്പൊ എങ്ങനെ ഇരിക്കണം നോക്കി, എന്തൊരു ഭംഗിയാണ്. ഇനി ഇതിൽ ഇത്തിരി പഞ്ചസാരയോ കറിയോ അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട്. ഈ പുട്ട് ഒരു കഷ്ണം പോലും പൊടിക്കാതെ ഇത് ഇതുപോലെ നിങ്ങൾ എടുത്ത് തിന്നണം. ഇതിന്ന് ഒരു കഷ്ണം എങ്ങാനും പൊടിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിച്ചോ. കഴിക്ക് ഡാഡി. ഡാഡിയില്ലേ പറഞ്ഞ അങ്ങ് പൊടിച്ച് കഴിച്ച് അതിന്റെ അങ്ങ് രസം പോകുന്നു. കഴിക്ക്. നിങ്ങൾക്ക് പപ്പടവും വേണ്ട ഒന്നും വേണ്ട, കുറ്റി അങ്ങനെ തന്നെ ഇരുന്ന് കഴിച്ചങ്ങ് തിന്നു. നല്ല വികാരം ഉണ്ടോ പുട്ടിന്റെ? ഉണ്ടല്ലോ.